സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണത്തിൽ 3 ഇരട്ടി വർധനയുണ്ട് കേട്ടോ. അതും ഇതിനിടയ്ക്ക് സംഭവിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ പനി വരുന്ന ആളുകളുടെ എണ്ണം ഇപ്പോൾ കൂടുന്നു. 10,000-ത്തിലധികം പേരാണ് ഓരോ ദിവസവും പനി ബാധിച്ച് ഇപ്പോൾ അടുത്തിടെയായിട്ട് ചികിത്സ തേടിയെത്തുന്നത്. മഴ കനത്തതോടെ പനിബാധിതരുടെ എണ്ണം കൂടിയെന്നാണ് വിലയിരുത്തൽ. മുൻകരുതൽ വേണമെന്ന് ആരോഗ്യ വിദഗ്ധർ അറിയിച്ചിട്ടുണ്ട്. അനാവശ്യമായിട്ട് പോയിട്ട് മഴയൊന്നും നനയാൻ നിൽക്കരുത്. മഴ നനഞ്ഞ് ശീലമില്ലാത്തവർ മാത്രവുമല്ല, കൃത്യമായി തന്നെ പനിബാധിതരായ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ മാസ്കൊക്കെ വെച്ച് പോവുക. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകണ്ടെങ്കിൽ പോകണ്ട എന്ന് വയ്ക്കുക. അവരെ പരിചരിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും പനി വന്നു കഴിഞ്ഞ ഒരു 7-8 ദിവസം പോക്കാം. സാന്ത്വന സജു ഉണ്ട്. സാന്ത്വന, പനി ബാധിതരുടെ എണ്ണം കൂടുകയാണ്. വലിയ ആശങ്ക വേണ്ടതില്ലെങ്കിലും നമ്മളുടെ ആരോഗ്യ സംവിധാനത്തിനും താങ്ങാനും ആവുന്നതിലും അധികം ആളുകൾ പനിബാധിതരായിട്ട് ആശുപത്രിയിൽ എത്തുന്നുണ്ടോ സാന്ത്വന? ഡോക്ടർ അരുൺ, ഈ മഴക്കാലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പനിക്കാലം കൂടിയാണ്. അപ്പം ഈ മാസം 15-ാം തീയതിക്ക് ശേഷമാണ് സംസ്ഥാനത്ത് മഴ ശക്തമായി തുടങ്ങിയത്, കാലവർഷം സജീവമായത്. അപ്പോൾ ഈ ഒരു ദിവസങ്ങൾ 15-ന് ശേഷമാണ് സംസ്ഥാനത്ത് ഈ പനിബാധിതരുടെ എണ്ണത്തിലും വലിയ രീതിയിലുള്ള വർധനം ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 3 ഇരട്ടി വർധനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നമുക്ക് ഏറ്റവും ഒടുവിൽ വന്ന കണക്കുകൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തിങ്കളാഴ്ച 11,941 പേരാണ് സംസ്ഥാനത്ത് പനിയുമായി ബന്ധപ്പെട്ട ചികിത്സ തേടിയത്. അതുപോലെ തന്നെ ചൊവ്വാഴ്ച 11,121 പേരും ചികിത്സ തേടിയിട്ടുണ്ട്. ഇനി 15-ാം തീയതിക്ക് ശേഷമുള്ള കണക്കുകൾ ഒന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ 15-ാം തീയതി 11,806 പേർക്ക്, 16-ാം തീയതി 12,210 പേർക്ക്, 17-ാം തീയതി 10,811 പേർക്ക്, 18-ാം തീയതി 10,178 പേർക്ക്. അങ്ങനെയാണ് ഈ ഒരു കണക്കുകൾ പോകുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം 15-ാം തീയതിക്ക് ശേഷം എല്ലാ ദിവസവും തന്നെ 10,000-ത്തിലധികം ആളുകൾ പനി ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. മുമ്പത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ 15-ന് മുമ്പുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 3,000-നും 5,000-നും ഇടയിൽ ആളുകൾ മാത്രമാണ് ആശുപത്രിയിൽ പനി ബാധിച്ച് ചികിത്സ തേടിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. അതിപ്പോൾ ഈ മഴയൊക്കെ വന്നതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ പനി ബാധിച്ച് ആശുപത്രിയിൽ എത്തുന്നതെന്ന് തന്നെയാണ് ആരോഗ്യ വിദഗ്ധരും വ്യക്തമാക്കുന്നത്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എങ്കിൽ പോലും നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കൂടുതൽ ആളുകളിലേക്ക് പനി വരാതെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മഴയൊന്നും നനയാതെ മുന്നോട്ടേക്ക് പോകണമെന്ന് തന്നെയാണ് ഈ ആരോഗ്യ വിദഗ്ധരും വ്യക്തമാക്കുന്നത്. പനി മാത്രമല്ല, ഈ ഡെങ്കിപ്പനിയും അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ഉൾപ്പെടെയുള്ള രോഗങ്ങളും ആളുകളിലേക്ക് ഇപ്പോൾ കൂടുതലായി വരുന്നുണ്ട്. അപ്പോൾ മഴക്കാലമാണ്, അതുകൊണ്ട് തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണം ശുചീകരണം ഉണ്ടാവണം. സാന്ത്വന പറഞ്ഞതുപോലെ ഡെങ്കിപ്പനിയൊക്കെ നമ്മൾ കരുതിയിരിക്കേണ്ടതാണ് എന്നുള്ളതാണ്. സാന്ത്വനെ സൂക്ഷിച്ചോളൂ കേട്ടോ. പനിയുള്ള സ്ഥലത്തേക്കൊക്കെ പോകുന്ന സമയത്ത് മാസ്ക് ഒക്കെ വെച്ച് പോയാൽ മതി. കാരണം പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്.